എല്ലാവർക്കും ഡിഫൈടെക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അൺബോക്സിംഗ് ആണ്, ടെക് ഒന്നല്ല. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Redmi 9 എന്ന് പറഞ്ഞൊരു ഫോണാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ Realme 5 Proന്റെ ഒരു അൺബോക്സിംഗ് ഇട്ടുണ്ടായി. കാണാത്തവരാരെങ്കിലും ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ഒന്ന് പോവുക, നോക്കുക, കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ Redmi 9ന്റെ അൺബോക്സിംഗ് ആണ്. ഫോണിന്റെ പ്രത്യേകതകളും ക്യാമറ സ്റ്റോറേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. Redmi 9 വില എന്ന് പറഞ്ഞാൽ 9000 rupees ആണ്. 4GB റാമും 64GB ഇന്റർണൽ സ്റ്റോറേജ് പല വേരിയന്റ് കിട്ടും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയണ്ടേ. അപ്പോൾ Redmi 9 അൺബോക്സിംഗ് ഫുൾ റിവ്യൂ ആണ് മലയാളത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലൈക്കൺ ഇത് ഓൾ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവർക്കൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള Redmi 9 അൺബോക്സിംഗ് റിവ്യൂ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫോൺ Redmi 9. അപ്പോൾ ഇതിൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയൊക്കെ തന്നെയാണ്. പെട്ടിയിലുള്ള കാര്യം വേണ്ടത് നമുക്ക് ഫോണിലാണ്. അപ്പോൾ ഫോൺ എങ്ങനെയൊക്കെ ഉണ്ട്, അതിൻ്റെ ഒച്ച, അതിൻ്റെ ഡിസ്പ്ലേ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ തുറക്കാം. അപ്പോൾ നമ്മുടെ ഫോണിൽ 3 കളറുകളിലാണ് കിട്ടുന്നത് കേട്ടോ. ഓറഞ്ച്, ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇതിനൊക്കെ പ്രത്യേകം പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈസിക്ക് വേണ്ടി പറയണം. അപ്പോൾ നമ്മുടെ റെഡ്മിയുടെ ഫോൺ ഇതിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഈ സീല് പൊട്ടിച്ചതാണ് എടുക്കരുതെന്ന്. ഇപ്പോൾ സീല് പൊട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമേ റിവ്യൂ ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മളെ ഫോൺ കൈ കിട്ടുമ്പോൾ അപ്പം തന്നെ നല്ല ഫോണാണ് ചീത്ത ഫോണാണെന്നൊന്നും പറഞ്ഞ് ഞാൻ റിവ്യൂ ചെയ്യില്ല. ഞാൻ ഫോൺ കിട്ടി ഉപയോഗിച്ച് നോക്കിയിട്ടേ പറയൂ. അപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ഹെലോ G35 എന്ന് പറയുന്ന നല്ല പ്രൊസസ്സറാണ്. അത്ര വലിയ പ്രൊസസ്സറൊന്നുമല്ല, നമ്മുടെ കാശിനും റേഞ്ചിനനുസരിച്ച് നല്ല പ്രൊസസ്സർ തന്നെയാണ്. പിന്നെ 5000 mAh ബാറ്ററി ഉണ്ട്. 13 മെഗാപിക്സൽ 2 മെഗാപിക്സൽ ക്യാമറ വരുന്നുണ്ട്. നോച്ച് ഡിസ്പ്ലേ വരുന്നുണ്ട് ഫ്രണ്ട്സ്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മളതൊന്ന് തുറക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു വശം തുറന്ന് കഷ്ടപ്പെട്ടൊക്കെയാണ് ഇവർ പാക്ക് ചെയ്ത് വെച്ചത്. ഇവരുടെ പോലെ പാക്ക് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ ഫോണിൻ്റെ കവറൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, നല്ല ഭംഗിയിലൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ചതാണ്. നമ്മൾ ആദ്യം നമ്മുടെ ഫോൺ വരുന്നുണ്ട്. ഫോൺ നമുക്ക് പിന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ നോക്കാം. അടിയിൽ നമുക്ക് എന്താണ് നമ്മുടെ ഈ സിമ്മും SD കാർഡും കാര്യങ്ങളൊക്കെ കുത്തുന്നൊരു പിന്ന് വരുന്നുണ്ട്. നമുക്കതൊന്ന് തുറക്കുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ആ ഫോൺ യൂസ് ചെയ്യുന്നത്, ഗ്യാരണ്ടി കാർഡും എങ്ങനെയൊക്കെ ആ ഫോൺ യൂസ് ചെയ്യും, എന്തൊക്കെ പ്രത്യേകതകളാണ് അതിനുള്ളത്, പിന്നെ യൂസർ മാനും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ സിം കാർഡും അങ്ങനത്തെ പോർട്ടുകളും കാര്യങ്ങളൊക്കെ പറയുന്നൊരു ഇത് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചാർജറും കേബിളും വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഹെഡ്ഫോൺ വരുന്നില്ല ഫ്രണ്ട്സ്, ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആ വയർ അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഞാൻ ഉള്ളതുപോലെ പറയുകയാണ്, വയർ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ സീപ്പിന് കൊടുക്കുമായിരുന്നു. പിന്നെ വേറൊരു എനിക്ക് കുറവ് തോന്നിയത് ഫാസ്റ്റ് ചാർജറല്ല വന്നത്, 10 വാട്ടിൻ്റെ ഒരു സാധാ ചാർജറാണ് വന്നത്. ഒരു ഫാസ്റ്റ് ചാർജർ കൊടുക്കുമായിരുന്നു. പിന്നെ മൈക്രോ USB ആണ് ചാർജിങ് പിൻ വന്നത്. ഒന്ന് മാറ്റി സീപ്പിനും കൂടിയും കൊടുത്തെങ്കിൽ സംഭവം ഇടുക്കിയാനെ. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ വരുത്താൻ. പിന്നെ ചാർജിങ് കോഡ് വയർ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല ഫ്രണ്ട്സ്. ഒരു പിടിക്കണേന് എന്തോ പോലെ അതിന് തോന്നി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ആ ചാർജർ സീപ്പിനാക്കായിരുന്നു. പിന്നെ ഒരു സ്പീഡ് ചാർജർ കൊടുക്കുമായിരുന്നു ഫ്രണ്ട്സ്. 10 വാട്ടിന് ചാർജർ അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ പുറത്തത്തെ ഒരു കവർ എന്തോ ഊരിക്കളഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഫോൺ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫോണിൻ്റെ ഓണാവുന്നുണ്ട്. റെഡ്മി നമ്മുടെ ഫോണിൻ്റെ ഓണമുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ ഓണായി വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതേ നമ്മുടെ സൂപ്പർ ടച്ചിങ് ആണ്. ഈ ടച്ചിങ് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ സൂപ്പർ ടച്ചിങ് ആണ്, നല്ല ടച്ചിങ് വരുന്നുണ്ട് ഫ്രണ്ട്സ്. കണ്ടോ, നന്നായിട്ട് നല്ല ടച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ സ്ക്രീൻ റെക്കോർഡർ ഇതിലുണ്ട്. നമ്മൾ വേറെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, സ്ക്രീൻ റെക്കോർഡർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ 400 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ എടുത്തേക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ 4GB റാമും 64GB ഇൻറ്റേർണലും ആണ് ഫ്രണ്ട്സ്. നമ്മുടെ ഫോണിൻ്റെ കൂടെ ഹെഡ്ഫോണും ബാക്ക് കേസും കിട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ ക്യാമറ വരുന്നത് 4 ക്യാമറയാന്ന് തോന്നും, പക്ഷേ ഒരു 13 മെഗാപിക്സൽ ക്യാമറ, 2 MPയുടെ ക്യാമറയുമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു 13 മെഗാപിക്സൽ ക്യാമറ, ഒരു 2 MPയുടെ ക്യാമറ. പിന്നെ വന്നേക്കുന്നത് നമ്മുടെ ടോർച്ച് ലൈറ്റ് ആണ്. പിന്നെ വെറുതെ ഒരു ഡെമ്മി വെച്ചേക്കണതാണ് കേട്ടോ. നമ്മൾ ഈ ഫോട്ടോകളൊക്കെ നിങ്ങൾ കാണുന്ന ഫോണിൽ എടുത്തേക്കുന്ന ഫോട്ടോകളാണ് ഫ്രണ്ട്സ്. നമ്മുടെ കാശിനനുസരിച്ച് നല്ലൊരു ക്യാമറ തന്നെ ഇതിനുണ്ട്. പിന്നെ ഈ നല്ലൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിലൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ
ഫേസ് അൺലോക്ക്, അതായത് മുഖം കാണിക്കുമ്പോൾ ഫോൺ തുറക്കുന്നതും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല നല്ല ഫോട്ടോകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഫോട്ടോ എടുക്കാൻ അത്ര രീതിയിൽ വലിയ അറിവൊന്നും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കിട്ടിയപ്പോൾ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വീഡിയോ അത്യാവശ്യം നന്നായിട്ടുണ്ട്. സൂമിങ് നല്ല കട്ടൊക്കെ അങ്ങോട്ട് സൂം ചെയ്യുമ്പോൾ കുറച്ചൊരു മങ്ങൽ പോലെ വരുന്നുണ്ട്. എന്തായാലും ഈ കാശിന് നല്ലൊരു ക്യാമറ തന്നെ ഉണ്ട്. സൂമിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ ആണ്. 6.53 ഇഞ്ചിൻ്റെ HD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിന് കിട്ടുന്നത്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഈ ഫോൺ അധികം വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഫോണിന് എന്തായാലും വെയിറ്റ് കുറവാണ്. 5000 mAh ബാറ്ററി ഉണ്ട്. നല്ലൊരു mAh തന്നെ ഉണ്ട് ഈ ഫോണിന്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് അല്ല കേട്ടോ. സാധാരണ 10 വാട്ടിൻ്റെ ഒരു ചാർജറാണ്. സീപ്പിനല്ല തന്നേക്കുന്നത്, സാധാരണ മൈക്രോ USB ആണ് ഈ ഫോണിന് തന്നേക്കുന്നത്. നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കുന്ന കളർ ഒരു ബ്ലാക്ക് പോലത്തെയാണ്. നിങ്ങൾ ഈ ബ്ലാക്ക് പോലത്തെ വിട്ടിട്ട് ഒരു ബ്ലൂ പോലത്തെയോ അല്ലെങ്കിൽ ഓറഞ്ച് പോലത്തെയൊക്കെ വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല സ്പീക്കർ വരുന്നുണ്ട്. നല്ല പവറൊക്കെ ഉള്ള സ്പീക്കറാണ് ഈ ഫോണിന് വരുന്നത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഫോണിന് വരുന്നുണ്ട്. 3 കളറിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ 3.5 ഇഞ്ചിൻ്റെ ഒരു ഓഡിയോ ജാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല പവർഫുൾ സ്പീക്കർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിമ്മും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ പിന്ന് വെച്ചിട്ട് അതിൽ കുത്തി നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരേ സമയം 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാൻ സാധിക്കുന്നു. ഒരേ സമയം 2 സിം ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തു. ഇതിൻ്റെ വേർഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ xiaomiയുടെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ Mi 12 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോൺ നമ്മൾ ബോക്സിൽ നിന്ന് അൺബോക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലഭിക്കുന്ന ഒരു ഫോണായി നമ്മുടെ ഫോൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു. xiaomiയുടെ Redmi ഫോണുകളിലൊക്കെ മുമ്പ് Mi 11 ആയിരുന്നു. അപ്പോൾ ഈ ഫോൺ എടുക്കുമ്പോൾ തന്നെ Mi 12 കിട്ടി. പിന്നെ മുമ്പത്തെ ഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്തായിരുന്നു വരേണ്ടത്. അപ്പോൾ ഈ ഫോൺ എടുക്കുമ്പോൾ തന്നെ പുതിയ Mi 12 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലഭിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി ഇതിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോയും ഓഡിയോ ക്വാളിറ്റിയൊക്കെ കിട്ടി. എൻ്റെ ചാനലിലെ വീഡിയോ ഏറ്റവും ക്വാളിറ്റി കുറവിലാണ് ഞാൻ വെച്ചത്. എന്നിട്ട് നല്ല ക്വാളിറ്റി കിട്ടി. അപ്പോൾ നല്ല ഒച്ചയും കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയുടെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നല്ലൊരു ക്യാമറ തന്നെയാണ്. ഒരു 13-ൻ്റെയും ഒരു 2-ൻ്റെയും പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ്, ഒരു ഡെമ്മി ക്യാമറയാണ്. അടിയിൽ AI ക്യാമറ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നല്ല ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ വിലയ്ക്ക് നല്ലൊരു ഫോൺ തന്നെയാണ് Redmi 9 എന്ന ഫോൺ. പിന്നെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഈ ഫോണിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡ്ജസും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവർ ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഈ ബ്ലാക്ക് കളർ ഫോണാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളറും കാര്യങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ ഈ ഫോൺ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടവരെ അവിടെ പോയി വാങ്ങാം. ഈ ഫോണിന് 9000 rupees മാത്രമേ ഉള്ളൂ. നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ബഡ്ജറ്റിൽ. അപ്പോൾ ഫ്രണ്ട്, നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു? നമ്മുടെ Redmi 9 അൺബോക്സിംഗ് ആയിരുന്നു. Redmi 9 നല്ലൊരു ഫോൺ തന്നെയാണ്. 9000 rupeesനൊക്കെ. എനിക്ക് 2-3 കുറവൊക്കെ തോന്നി. എന്താണെന്ന് വെച്ചാൽ ഒരു സീപ്പിൻ കൊടുക്കായിരുന്നു. പിന്നെ ഒരു 10 വാട്ടിൻ്റെ ചാർജറാണ് അവർ തന്നത്. അത് മാറ്റി ഒരു ഫാസ്റ്റ് ചാർജർ ആക്കായിരുന്നു. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഏറ്റവും പുതിയൊരു സോഫ്റ്റ്വെയർ ഇതിൽ കിട്ടുണ്ടായി. പിന്നെ വേറെ ഈ പൈസയ്ക്ക് നല്ലൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ കിട്ടി. നന്നായിട്ട് ഈ ക്യാമറ സൂം ചെയ്യുമ്പോൾ കുറച്ച് മങ്ങലേ ഉള്ളൂ. അല്ലാണ്ട് പൈസയ്ക്ക് നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ക്യാമറയാന്ന് തോന്നും, പക്ഷെ 2 ക്യാമറയേ ഉള്ളൂ. ഒരു 13ഉം ഒരു 2ഉം. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ്, ഒരു ഡെമ്മി ക്യാമറയാണ്. പിന്നെ ഇതിന്റെ പെട്ടിയിൽ നമ്മുടെ ഹെഡ്ഫോണോ ഫോണിന്റെ ബാക്ക് കവറോ ഒന്നും ഉണ്ടായില്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു ഫോൺ തന്നെയായിരുന്നു ഇത്. സീപ്പിനും ഫാസ്റ്റ് ചാർജറും കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് നമ്മുടെ Redmi 9 എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫോൺ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. ഈ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. പിന്നെ ഇനി മുമ്പ് ഞാൻ Realme 5 Proന്റെ അൺബോക്സിങ്ങും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. അതൊന്നും പോയി കാണുക. അപ്പോൾ ഇത് നല്ല വീഡിയോ കാണാൻ പ്രതീക്ഷ. ദേവനാരായണൻ സൈനിങ് ഔട്ട്.